പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഭീഷണി സന്ദേശം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ റിപ്പോർട്ടർ TV ആക്രമിക്കുമെന്ന് പാറശാല മണ്ഡലം സെക്രട്ടറി കൊല്ലയിൽ ശ്യാംലാലിന്റെ ഓഡിയോ സന്ദേശം. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ അടക്കമുള്ള ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത്. നമുക്ക് ആ സന്ദേശം ഒന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമെങ്കിൽ നമ്മൾ 20 പേര് കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊട്ടിക്കും. അതിനിപ്പോ റിമാൻഡ് ആയാലും കുഴപ്പമില്ല. ഇതാണ് ശ്യാംലാൽ. ഇയാളുടെ പണി എന്ന് പറയുന്നത് ഇതേപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ടീമുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അടിച്ചു പൊളിക്കലാണ് ഈ പുള്ളിയുടെ പരിപാടി. അയാളുടെ പേര് കൊല്ലയിൽ ശ്യാംലാൽ എന്നാണ്. ഒന്ന് സൂക്ഷിച്ചു വരിക്കുന്നത് നല്ലതാ പ്രേക്ഷകർ. വിവരങ്ങൾ TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഇയാളത് കൊട്ടേഷൻ ഗ്രൂപ്പിലെ അംഗമാണോ ഈ കൊല്ലയിൽ ശ്യാംലാൽ? ഇയാൾ പാറശാല മണ്ഡലം സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. ബലാത്സംഗം ചെയ്യുന്നവർക്കും സ്ത്രീ പീഡകർക്കും വേണ്ടി കടകൾ അടിച്ചു തീർക്കുക, ഓഫീസുകൾ അടിച്ചു തീർക്കുക, ഇതൊക്കെയാണോ ഈ ചങ്ങാതിയുടെ പണി കൊല്ലയിൽ ശ്യാംലാലിന്റെ? അങ്ങനെയാണെന്ന് കരുതേണ്ടി വരും അരുൺ. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദ സംഭാഷണം ഇത്രയും ആളുകളുള്ള ഗ്രൂപ്പിൽ ഇടില്ലല്ലോ. 312 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. അതൊരു സാധാരണ നാട്ടുമ്പുറത്തെ ഗ്രൂപ്പല്ല അരുൺ. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ അടക്കമുള്ള ഭാരവാഹികൾ അഡ്മിനായ ഗ്രൂപ്പിലാണ് ഇതുണ്ടായിരിക്കുന്നത്. എങ്കിൽ മറ്റുള്ളവർ ഉള്ള ഈ ഗ്രൂപ്പിൽ അങ്ങനെയെങ്കിൽ ഈ സന്ദേശം വന്നതിന് പിന്നാലെ അതിനെ പ്രതിരോധിക്കേണ്ടതായിരുന്നു ആരെങ്കിലും. പക്ഷേ ഇവരുൾപ്പെടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ എല്ലാവരുമുള്ള ആ ഗ്രൂപ്പിൽ ഒരാൾ പോലും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇത്തരം വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് ഒരു മാധ്യമത്തിന്റെ ധർമ്മമാണ് അരുൺ. ഇത്തരം ഭീഷണി കൊണ്ടൊന്നും നമ്മളത് കൊടുക്കാതിരിക്കുകയില്ല. എല്ലാ വാർത്തകളും നമ്മൾ കൊടുക്കും. അത് ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നല്ല, അത് കോൺഗ്രസ് ആയാലും CPIM ആയാലും BJP ആയാലും ലീഗ് ആയാലും അത് ഏതിനെതിരായാലും ഏതിനനുകൂലമായാലും അത് വാർത്തയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ റിപ്പോർട്ടർ റോഷിപ്പാലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അത് ചില സ്ത്രീകൾ ഏറ്റുവാങ്ങിയ, യുവതികൾ ഏറ്റുവാങ്ങിയ ക്രൂരമായ പീഡനത്തിന്റെ ശബ്ദിക്കുന്ന സംഭാഷണങ്ങളായിരുന്നു അതെല്ലാം. അങ്ങനെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഓഫീസ് അടിച്ചു തകർക്കുക എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഭീഷണി സന്ദേശം അത് ഭീരുത്വത്തിന്റേതാണ് അരുൺ. വെറുതെ വാചകമടിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇത്തരം ഗ്രൂപ്പുകളിൽ പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ആ സംഘടനയുടെ നേതാക്കളാണ്, കോൺഗ്രസ് നേതാക്കളാണ്. ഉറപ്പായും ഇത്തരം വാർത്തകളിൽ നിന്ന് നമ്മൾ പിന്തിരിയില്ല. കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആർജവത്തോടെ ഇത്തരം കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുക തന്നെ ചെയ്യും. 200 അല്ല, നിങ്ങൾ ഇനി 20,000 ആളുകൾ വന്ന് നമ്മുടെ ഓഫീസ് അടിച്ചു തകർത്താലും ഈ പണിയുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതെ, റിപ്പോർട്ടർ TV ആക്രമിക്കുമെന്ന് പാറശാല മണ്ഡലം സെക്രട്ടറി കൊല്ലയിൽ ശ്യാംലാലിന്റെ ഓഡിയോ സന്ദേശം. വേറെ പണിയൊന്നുമില്ലേ കൊല്ലയിൽ ശ്യാംലാൽ? ഇപ്പൊ ഇതാണ് പരിപാടി. പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇത്തരം ചില പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും അതിനുശേഷം അത് അബദ്ധമായി എന്നറിയുന്ന സമയത്ത് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും കരയുകയും ചവിട്ടി കൊല്ലൂ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അടിച്ചു പൊളിക്കലാണോ കൊല്ലയിൽ ശ്യാംലാലിന്റെ പണി? വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേടെ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഭീഷണി സന്ദേശം കൊണ്ടൊന്നും റിപ്പോർട്ട് ചെയ്യാനും മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചാൽ കൊല്ലയിൽ ശ്യാംലാലെ അത് കയ്യിലേ ഇരിക്കത്തുള്ളൂ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിലെ വിവരമുള്ള കുറേ ആൾക്കാർ ആ സംഘടനയിലും ഗ്രൂപ്പിലും ഒക്കെ ഉണ്ട്. പറഞ്ഞൊന്ന് തിരുത്തിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതാണ് ഒരു രീതി. കാര്യം ഇന്നിപ്പോൾ ഒരുപാട് പരാതികൾ വന്നു തുടങ്ങുന്നുണ്ട്. ഇനി വേറൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇതാണ് ആ കൊല്ലയിൽ ശ്യാംലാൽ. കേട്ടോ, ഈ കക്ഷി ഒന്ന് വ്യക്തമായി എല്ലാവരും കണ്ടോളൂ. ഇതാണ് കൊല്ലയിൽ ശ്യാംലാൽ. ഇദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് അടിച്ചു തകർക്കലാണ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് അടിച്ചു തകർക്കുന്നത്? ഒരാൾ വേറെ ചിലത് തകർക്കാൻ പോകുന്നു, വേറൊരാൾ ചിലത് കലക്കാൻ പോകുന്നു, മറ്റൊരാൾ തകർക്കാൻ പോകുന്നു. നേമം ഷജീർ അടക്കമുള്ളവരുണ്ട്. നേമം ഷജീർ ഇതൊന്നും കാണുന്നില്ലേ? നേമം ഷജീർ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദൃശ്യം കൂടി ഞാൻ പ്രേക്ഷകരെ ഒന്ന് പങ്കുവയ്ക്കാം. വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ പറക്കുകയാണ് റിപ്പോർട്ടർ TVയുടെ പേരിൽ. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന മറ്റൊരു വ്യാജ സ്ക്രീൻഷോട്ട് കൂടി പങ്കുവയ്ക്കാം. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് സൂക്ഷിച്ചിട്ടുണ്ടേ. നമ്മുടെയൊക്കെ DP ഇതാണെന്നാണോ ഈ ചങ്ങാതി വിചാരിച്ചിരിക്കുന്നത്? DP പോലും വ്യാജമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയവന്മാർക്കാണോ ഈ വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കാൻ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആകാശ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ? അയാൾ ആരാണെന്ന് നമുക്കറിയില്ല. അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് ആരാണെന്ന് വ്യക്തമായാൽ ഉടൻ തന്നെ കംപ്ലയിന്റ് ഉണ്ടാവും. ഒരു സംശയവുമില്ല. സൈബർ സെല്ലിലേക്കാണ് നമ്മൾ നേരിട്ട് പോവുക. അനുരാജ് എന്ന് പറയുന്ന മറ്റൊരാൾ, ആകാശ് സ്റ്റീഫൻ എന്ന പേരുള്ള മറ്റൊരാൾ, ഇതെല്ലാം ഗ്രൂപ്പിൽ ഇങ്ങനെ പറക്കുകയാണ് വ്യാജ സ്ക്രീൻഷോട്ടുകൾ. അതും
ഫോട്ടോകളൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇച്ചിരി മിനിമം കോമൺ സെൻസും പ്രൊഫഷണലിസവും ഒക്കെ കാണിക്കണ്ടേ? കംപ്ലീറ്റ് ഫേക്ക് ആയിരിക്കുന്ന ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ വ്യാജ സന്ദേശങ്ങൾ പടച്ചുവിടുന്നത്. ഇപ്പോൾ എനിക്കെതിരെ ഒരു വ്യാജ സന്ദേശം ഇങ്ങനെ പരക്കുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരാളുടെ പേര് ആകാശ് സ്റ്റീഫൻ എന്നാണ്. അപ്പം അനുരാജ്, ഇയാൾ ആരാണെന്ന് അറിയില്ല. ഇനി ഇയാൾ വ്യാജനാണോ എന്നറിയില്ല. കാരണം ഇതിൽ വ്യാജന്മാരെ യഥാർത്ഥ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചില ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇത് ആളെ കണ്ടറിഞ്ഞാൽ ഉടൻ നടപടി 100% ഉറപ്പാണ്. ഇന്ന് തന്നെ സൈബർ പോലീസിൽ പരാതി ഉണ്ടാവും. ആകാശ് സ്റ്റീഫൻ എന്നുള്ളതാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയിച്ചോളൂ. നമുക്ക് മറ്റൊരാൾ അനുരാജ് എന്നാണ് ഒരാളുടെ പേര്. വ്യാപകമായിട്ട് ഇത് പകർത്തുന്നുണ്ട്. മുഴുവൻ ആളുകളെയും നിയമ നടപടിക്ക് വിധേയമാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം വരെ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങളൊരു ഭാഗത്ത് അറ്റാക്ക് തുടങ്ങി